നാട്ടിലൊക്കെ പുഴയെ കിടന്ന മഞ്ഞക്കുരി വാ ഇങ്ങനെ ഒരു സാധനം ചാരി വെച്ചിട്ടില്ല. വെയിൽ കൊള്ളായിരിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഇവിടെ പീറ്റർ ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടുത്തെ അല്ലേ? മധ്യ കേരളത്തിലെ ഏറ്റവും മനോഹരമായ റോഡുകളിലൊന്നാണ് ചങ്ങനാശ്ശേരി ആലപ്പുഴ MC റോഡ്. ഇരുവശങ്ങളിലും പച്ചപുതച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും ഗ്രാമങ്ങളിലേക്കുള്ള ചെറുവഴികളും ചായക്കടകളും പാതയോടൊപ്പം ഒഴുകുന്ന പുഴയും അതിൽ നീന്തി തുടിക്കുന്ന കുട്ടനാടൻ താറാവുകളും നമ്മുടെ നാട്ടിൻപുറത്തിന്റെ ലാളിത്യവും സൗന്ദര്യവും നമ്മെ ഓർമ്മിപ്പിക്കുകയും ഈ യാത്ര ഒരു പ്രത്യേക അനുഭവമായി മാറ്റുകയും ചെയ്യുന്നു. നമസ്കാരം, ട്രാവൽ ബ്രോ വർഗീസ് റാം. നമ്മളിന്ന് ചെറിയ ട്രിപ്പ് പോവാൻ പള്ളാത്തുരുത്ത് പാലത്തിന്റെ തൊട്ട് മുന്നേ ഒരു ബജിക്കട കയറിയാണ്. നല്ല ബജിക്കട. നമ്മൾ ആലപ്പുഴ വരുമ്പോൾ സാധാരണ ആലപ്പുഴ ബീച്ചിലല്ലേ പോകുന്നത്. അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മുന്നോട്ട് വന്നാൽ ഇവിടെ എത്താം. നമ്മൾ ഇപ്പം വന്നിരിക്കുന്ന തുമ്പോളി കടപ്പുറത്താണ്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേന് സൗകര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു അതിപുരാതന ഒരു പള്ളിയുണ്ട്. ചേട്ടാ, നമ്മളെ ഈ തുമ്പോളി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഒരു പള്ളിയുണ്ട്, പഴയ ഒരു പള്ളിയില്ലേ? തുമ്പോളിപ്പള്ളി. അതിന് പേരായിട്ടുണ്ട്. തുമ്പോളിപ്പള്ളിക്ക് എന്തെങ്കിലും സെന്റ് തോമസ് പള്ളി. ഓക്കെ. ആദ്യത്തെ ഇവര് കപ്പലില് 3 രൂപം കൊണ്ടുപോയി. ആര്? ബ്രിട്ടീഷുകാര്? അപ്പൊ പോർച്ചുഗീസുകാർ? ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. അതില് 1 രൂപമാണ് അർത്തിങ്കപ്പള്ളി. ഇത് മാതാവും ഫാത്തിമ മാതാവും ഇവിടെ. പിന്നെ ഉള്ളത് വാടക്ക. അതെവിടെ? ആലപ്പുഴ തന്നെയാണോ? അത് ആലപ്പുഴ തന്നെ. ആലപ്പുഴയിൽ അങ്ങനെ ഇവിടെ ഈ കടലിൽ ഓരോ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് കപ്പൽ അവിടെ നിന്ന് പോയപ്പോൾ ആ രൂപം ഇവിടെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ പള്ളി സ്ഥാപിച്ചു. പോർച്ചുഗീസ് കാലത്തോ അല്ലെ എനിക്കറിയില്ല. ഫോറിൻ ആൾക്കാർ വന്നപ്പം അവർ 3 സ്തൂപങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്ന് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പള്ളിയിലാണ്. തിരിച്ചു പോകുമ്പോൾ വേണേ പള്ളിയിലൊന്ന് കയറാവേ. അപ്പോൾ ഇനി ബീച്ചിൻ്റെ കാഴ്ചയിൽ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ അത് കടലിൽ പോകുന്ന കേട്ടോ. അത് വള്ളമാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം എന്നാ സാധനം. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ചാരി വെച്ചിട്ടില്ല. വെയിൽ കൊള്ളായിരിക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലല്ല, അത് കടലിൽ പോകുന്ന വള്ളമാണ്. കൊണ്ടുവള്ളം. അതിൽ ഒരാൾ പോകുന്നവരുണ്ട്, 2 പേര് പോകുന്നവരുണ്ട്. രണ്ടും രണ്ടായിട്ടാണ്? അല്ലല്ല, ഒരു പൊന്ത 2 പേർക്കും പോകാം, ഒരാളിലും പോകാം. ഒരു വർഷവും ഒരാളാ പോകുന്നത്. ഈ വലയൊക്കെ അത് വെച്ചോണ്ട് പോകാൻ പറ്റുമോ? വല അതിനകത്ത് വെക്കും. വല അതിനകത്ത് വെച്ചിട്ട് കടലിൽ കൊണ്ടുപോയി 5 ഭാഗം 6 ഭാഗം വല ഭാഗത്ത് ചെന്ന് വല നീട്ടും. വല നീട്ടി കഴിയുമ്പോൾ അവിടെ മത്സ്യങ്ങളുള്ളത് അത് തട്ടുകയാണെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി നമ്മൾ കിഴക്കോട്ട് ഹൈവേയിലൊക്കെ കൊണ്ടുപോകും. മീനുകളായിരിക്കും. മത്തി കിട്ടും, ചെമ്മീൻ കിട്ടും, ഞണ്ട് കിട്ടും, വേളൂര് കിട്ടും, അയില കിട്ടും, പല്ലിക്കോര, കുട്ടൻ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും. അതിന്റെ പേരെന്താന്ന് പറഞ്ഞു? പൊന്ത്. തെർമോക്കോളാണോ? എൻ്റെ കൂടെ വൈഫും പിള്ളേരും ഉണ്ട്. അവര് അങ്ങേറ്റത്ത് പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഗോഡ്ലിയുടെ പട്ട ഏതാ? പച്ചയാണോ മഞ്ഞയാണോ? ഏത്? അത്? ഓ, ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ? എന്നാ വെച്ചുണ്ടാക്കിയ ആണോ? അടിപൊളിയാണല്ലോ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. എവിടെ? ഓക്കെ. അടിവശം ഏതാ? ഇതാ അടിവശം അല്ലേ? ഇതാകും. ഈ അകത്താണ് 2 പേര് ഇരിക്കുന്നത് അല്ലേ? വലയും ആൾക്കാരും ഇതായിരിക്കും. തെർമോക്കോളാ എൻ്റെ അകത്ത്. ഇതേ മെഷീൻ വെക്കാൻ പറ്റുമോ? അത് ബോട്ട് മെഷീനുള്ള. ഇത് തുഴയുണ്ടോ? അപ്പം ഇതിന് തുഴയുണ്ട്. നമ്മുടെ മെഷീനുള്ള, യമഹയുടെ മെഷീനുള്ള ബോട്ട്. എന്നാ വാ അങ്ങോട്ട് പോട്ടെ. എന്നാ പറ്റി? കരയല്ലേ? ഇത് കരയാ. വെള്ളത്തിൽ പോണം. കുളത്തിൽ പോണം. കര കുളം വെള്ളം.
ഒരു തിരക്കുമില്ല, സമാധാനമായിട്ട് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ശാന്തമായൊരു കടൽത്തീരാണ്. ഭയങ്കര മനോഹരമാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. മീൻ പിടിക്കുന്നുണ്ടോ അവിടെ? നമുക്ക് എന്നാ നോക്കിട്ട് വരാം. മീൻ കിട്ടിയോ? കാണിക്കാവോ? ഇതോ തിരണ്ടി? ആ അത് തിരണ്ടി മറ്റേ. ആ ആ ഇത് അവിടെ പോയാണോ താഴെ പോയാണോ ഇടുന്നത്? ആണോ? ഇതിന്റെ ടെക്നിക്ക് എന്നാ? തിര വരുമ്പോഴാണ് ഇടുന്നത്? ആ നാട്ടിൽ കിട്ടുന്ന മഞ്ഞക്കൂരിയോ അങ്ങനെയാണ് സാധനം അല്ലേ? അതല്ലേ? അത് കടലിലും ഉണ്ടോ? ആണോ? ആ അതേ ലുക്കാണ്. ആണോ? ആ നാട്ടിലൊക്കെ പുഴയെ കിട്ടുന്ന മഞ്ഞക്കൂരിയില്ലേ, ഏതാണ്ട് അതേ ലുക്കുള്ളൊരു മീനാണ്. ഇവിടെ ഉണ്ടെന്നാണ്. ആണോ? ആ നമ്മുടെ ഇവിടെ പീറ്റർ ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടുത്തെ ഞാൻ ഇവിടുത്തുകാരനല്ല, അല്ലേ? ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. ആ, ഓക്കേ, നമ്മുടെ ഓക്കേ. സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ. കാരണം ഇവിടെ വന്ന് നിൽക്കുന്നത്. ചേട്ടനൊരു കാര്യം പറഞ്ഞു, നമ്മൾ മുമ്പേ ബോട്ട് പറഞ്ഞില്ലേ, അത് ശരിക്കുള്ള ബോട്ടല്ല കേട്ടോ. അത് ഈ പൊന്ത് പോലെ തന്നെ തെർമോക്കോളിങ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന. ആ ശരിയാ കേട്ടോ. ഇത് നമ്മുടെ വീടില്ലേ, നമ്മളെ പറമ്പില് വീട് മാറ്റ അതിട്ട് പൊതിഞ്ഞിരിക്കുക. ഓ പ്ലാസ്റ്റിക്, അത് ശരിക്കും പ്ലാസ്റ്റിക് ഇട്ട് പൊതിഞ്ഞിരിക്കുക. ശരി ശരി ശരി. ലൈറ്റും ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇഞ്ചൻ വെച്ചാ ഓടുന്നത്. ആ ഇതെല്ലാം ലൈറ്റാ കേട്ടോ. ഇതേലാണ് എഞ്ചിൻ വെച്ചിരിക്കുന്നത് അല്ലേ? ഓ അകത്തപ്പോ എന്നാ സാധനം? അതിനകത്ത് വേറെ ഒന്നുമില്ല. ഈ തെർമോക്കോൾ തന്നെ സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് മാത്രമേ. അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലേ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന തെർമോക്കോൾ വെച്ച്. അതെനിക്ക് തോന്നുന്നത് തെർമോക്കോളിൻ്റെ ചിലവെന്ന് പറയുമ്പം വളരെ തുച്ഛമായ ചിലവല്ലേ വരുന്നുള്ളൂ. പിന്നെ പോയിട്ട് ആ യമഹ എഞ്ചിൻ്റെ വിലയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഉക്കുട്ടം വെയിറ്റ് ചെയ്യുന്നു, ഞാനിവിടെ ചെന്നാലേ വെള്ളത്തിലിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിനി കടലിലോട്ട് ഇറങ്ങാം. ബീച്ചിൽ വന്നാൽ പിന്നെ കടലിലിറങ്ങണ്ടല്ലേ, ബീച്ചിൽ വന്നാൽ കടലിലിറങ്ങണ്ടേ. ഇവിടെ വാടാ കടലിലിറങ്ങാം. ആ നിങ്ങൾ കടലിൽ ഇറങ്ങിയോ? കാണിച്ച് ചെയ്യണ്ടോ? ഇതുകൊണ്ടൊക്കെയാ വന്നിരിക്കുന്നത്, കളിക്കാനൊന്നും പറഞ്ഞു. ആ കാണിച്ച്. ഓ ഇത് വരയ്ക്കാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത്? നീ ക്യാസിലുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ? ക്യാസിലുണ്ടാക്കാൻ വേണ്ടി. ആ അപ്പൊ കുട്ടനെ ഉണ്ടോ വരയ്ക്കുന്ന അല്ലേ? എൻ്റെ പടാ. പാടി മൂടി അടിപൊളി. ആ ആ പേര് വെരി ഗുഡ്. റോജി, നാട്ടിൽ വിളിക്കുന്ന റോജി നാട്ടോ. ഒഫീഷ്യൽ പേരാണ് വർഗീസ് എബ്രോ. എന്നാ അപ്പയുടെ അമ്മയുടെയും എന്നാടാ? ഓ ആ പടം വീട്ടിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കാം. ആ ഇട്ടേക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇങ്ങോട്ടൂടെ താങ്ക് യു പറഞ്ഞത് ഞാനും പറഞ്ഞതല്ലേ താങ്ക് യു പറഞ്ഞേക്കാൻ. സൂപ്പറാണോ? നല്ല ബീച്ചല്ലേ? സെലക്ഷൻ കൊള്ളായിരുന്നല്ലേ? ഒരാളും ഇല്ല, നല്ല പ്രൈവസി ഉണ്ട്. അയ്യോ നമ്മളെ കേരളത്തിൽ പല ബീച്ചിലും പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും പ്രൈവസിയും ഇത്രയും ആൾക്കാർക്കില്ലാത്തൊരു ബീച്ച് നമ്മൾ ആദ്യമായിട്ടാണ്. പിന്നെ പേടിക്കാനല്ലോ, നല്ലൊരു നിരപ്പിലാണ് കിടക്കുന്നത്. ആ നിങ്ങളുടെ ആഗ്രഹം അതെ, അവർ പറഞ്ഞിട്ടാ, അവർ നിർബന്ധം പറഞ്ഞു ഇന്ന് ബീച്ചിൽ പോകണം. അങ്ങനെ സെലക്ട് ചെയ്തതാ ഈ ബീച്ച്, തുമ്പോളി ബീച്ച്. അപ്പം പറഞ്ഞാൽ പൊന്തില്ലേ, അവിടെ ഇറക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഇച്ചിരി ദൂരെയാണേ. ഇറങ്ങിപ്പോയി, ഇറക്കുന്ന കാണിക്കാൻ പറ്റിയില്ല. എന്നാലും നമുക്കൊന്ന് കാണാം എന്തുമാത്രം ദൂരെ പോകുന്നു. 3 പേരുണ്ട് കേട്ടോ.
ഈ പൊന്തിപ്പോയി പിടിച്ചാണോ? ചേട്ടാ അവര് മീൻ പിടിക്കാൻ പോയതാണോ? അത് മീൻ പിടിക്കാൻ പോയതല്ല, വെറുതെ അവര് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി പോയതാ. അവര് നിർത്തി കുറച്ച് മീനുകൾ, ചെറിയ ചെറിയ മീനുകളാണ് ഇട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് അങ്ങനെ ഒത്തിരി ദൂരമൊന്നും പോകാൻ പറ്റില്ല, കാരണം തെർമോകോളല്ലേ, കാറ്റൊക്കെ പിടിക്കും. ഒന്നാണ് എന്ത് ചെയ്യുക, അങ്ങ് അവിടെയാണ് പോയത് ആ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അവർ ഇതിലേ പോയിട്ട് നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് മുന്നിൽ. ഓ ഗൈസ്, ആ സാധനം കളയരുത് കേട്ടാ. കപ്പ് പോയോ? വീട്ടിൽ നിന്ന് കളിക്കാൻ വേണ്ടി ഒരു കപ്പ് കൊണ്ടുവന്നത്, ആ കപ്പ് വെള്ളത്തിൽ പോയി. ആണ് ആ പൊന്ത് കേട്ടോ, അതിൻ്റെ തുഴയൊക്കെ കണ്ടോ, ഒരു കമ്പയിൽ പ്ലേറ്റൊക്കെ വെച്ച് തരാം. കൊള്ളാലോ, വളരെ സിമ്പിളാണ്, ഒറ്റ തുഴയേ ഉള്ളൂ, ഒരാൾ തുഴയും. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സാധനം ആദ്യമായിട്ടാണ് കണ്ടത്. ആ തുഴയൊക്കെ ഉണ്ട്, എന്നാ സിമ്പിളാണ്. ഒരു കമ്പും 2 അലുമിനിയത്തിൻ്റെ പാത്രവും. പുതിയൊരു ടീം വന്നിട്ടുണ്ട്, അവർ വലയിടാനാണ് പോകുന്നത്. ഇവർ 3 പേരാണ് പോയിരിക്കുന്നത്. പക്ഷെ വല കൊണ്ടുപോയോ? ആ വല കൊണ്ടുപോയല്ലേ, ആ വലയുണ്ട്. അവരങ്ങ് പോയി. ആ ഇത് ആക്ടിങ് ആണ്. ആ കാണിക്കും മുമ്പേ ഇതൊക്കെ കൊണ്ട് വന്ന. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നുകൂടെ ചെയ്യാൻ വന്ന, അതിന് ഒന്ന് അഭിനയിച്ചതാ. ഇച്ചിരി ഓവറായി പോയി. കണ്ടോ വല വീശുണ്ടോ? വീശിട്ട് പുള്ളി താഴെ വീടെന്ന് തോന്നുന്നു. കാരണം അതാ നിൽക്കാൻ ഇച്ചിരി ബാലൻസ് നിൽക്കാൻ വെച്ച പാടാണ്. ഒരു മിനിറ്റ്. ഓ അടിപൊളി. നേരത്തെ എന്ത് ചെയ്യാം? ആ നമ്മൾ മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. ആ ജീവനുള്ളതായിരിക്കും. തുമ്പോളി കടപ്പുറത്തിൻ്റെ 360 എടുക്കാവേ. സമയം 7 മണിയാകാൻ അടുക്കാറായി. ആ ലൈറ്റ് കുറവാട്ടോ, അത്ര ക്ലാരിറ്റി ഇല്ല. പൊന്തുകാർ വരുന്നുണ്ട്, വലയൊക്കെ എറിഞ്ഞ് പോരുവാന്ന് തോന്നുന്നു. ലൈറ്റ് പോയി, ഒട്ടും ക്ലിയർ അല്ല, നല്ല ഇരുട്ടാണ് ഇവിടെ. ക്യാമറയ്ക്കകത്ത് ഇത്രയും പെട്ടുള്ളൂ. അയ്യോടാ, മേടിക്കടാ കേട്ടാ. താങ്ക് യു പറ. മോൻ്റെ പേരെന്നാ? ആദം. ഓ, കുറേ ലൈറ്റ് കത്തിയാ കണ്ടോ, ഇരുട്ടായി. ക്യാമറയ്ക്കകത്ത് ഇത്രയും വെട്ടം ഉണ്ടെങ്കിലും ഇവിടെ അത്രയും വെട്ടമില്ല. അപ്പുക്കുട്ടന് കുഴി വലുതായി, മുട്ട കിണർ പോലെയായി. മതിയടാ, വെട്ടമില്ല. നമുക്ക് പോവാം. അതേ ഇത് കണ്ടോ, ലൈറ്റ് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടു. ആ ലൈറ്റ് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ആ അവരൊക്കെ ഇവിടെയുള്ളവരാ, നമുക്ക് വീട്ടിൽ പോകണ്ടേ? അവരുടെ വീട് ഇവിടെ അടുത്താ. വാ
പുറത്ത് പോകാനോ? പുറത്ത് പോകുമ്പോൾ പോകില്ല. അതിന് അങ്ങനെ പോകത്തില്ല. അവ എടുത്തോ, വീട്ടിൽ ചെന്നിട്ട് പൊക്കോളും. ഇവിടെ നിന്ന് പോകത്തില്ല. വാ, അതതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുമൊന്നുമല്ല, അതതിൻ്റെ ബോഡി അടി. ആ ബാബാ ഞാനോ വായോ, വാ 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 വാ, പോവാം പോവാം പോവാം. ആ മൂടിക്കോ മൂടിക്കോ. ഇതിനെ കഴുകിയെടുക്കണമല്ലോ. സമയം ഇപ്പോൾ ഏതാണ്ടൊരു 7:30 ആയിട്ടുണ്ടേ. ഇപ്പോഴും നമുക്കിവിടെ നിന്നാലേ വളരെ സേഫായിട്ട് തോന്നും. നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കുന്ന പോലെ. എല്ലാവരും നാട്ടുകാർ തന്നെയാണ്. നമുക്ക് ആ ഒരു സേഫ് മൈൻഡും, നമുക്ക് ആ ഒരു സേഫാണെന്നുള്ളൊരു മൈൻഡും നമുക്കുണ്ട്. നല്ല വൈബ് കേട്ടോ. രാത്രിയൊക്കെ ഇവർ നാട്ടുകാരെല്ലാം ഇവിടെ വന്ന് കുറേ സമയം ഇരിക്കുന്നുണ്ട് തോന്നുന്നു. ഇപ്പോഴും ആരും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെയൊക്കെ അത് ഇരിപ്പുണ്ട്. ഫോർമാസ്റ്റ് ലൈറ്റുകൾ ഇവിടെ എല്ലാം ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ വെട്ടവും കൂടി ഉണ്ട് കേട്ടോ. രാത്രി എല്ലാവരും ഇവിടെ വന്ന് കുറേ സമയം ഇരിക്കുമെന്ന് തോന്നുന്നു. തന്നെയാണ് നൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അല്ലേ? പേടി തോന്നുന്നുണ്ടോ ഇവിടെ വന്നിട്ട്? നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ഇല്ലേ? ആ പട്ടി. ആ അങ്ങോട്ട് പോകണ്ട മീയാനാ. ആ എന്താണ്? നമുക്ക് കഴിയാൻ വേണ്ടി ഒരു ടാപ്പ് വേണം അല്ലേ? ഗവൺമെൻറ് അങ്ങനെ ഒരു ടാപ്പ് വെക്കണം. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് കാലുമൊക്കെ കഴുകി ഫ്രഷായിട്ട് വണ്ടിയിൽ കയറാം അല്ലേ? അപ്പോൾ പോയേക്കാം, പോവാം. ആ ഓക്കെ ഓക്കെ. ആ സൈക്കിളും ഉണ്ട്, ഇതേ വെച്ച് പൊക്കി വെച്ചാൽ മതി. അത് ശരി. കയറി വാ മിയാന. ശരിക്കും ആർക്കും ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ആർക്കും ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. നൈറ്റ് കുറച്ചുകൂടെ ഇവിടെ ഇരിക്കണമെന്നല്ലേ? ഇവിടെ മിയാന ഇങ്ങോട്ട് പോകണോ? മിയാനൊക്കെ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. സാധാരണ മിയാന അങ്ങനെ പുറത്തോട്ട് നടക്കുന്നല്ലോ ഒറ്റയ്ക്ക്. ബാബാ കയറി വാ, പോവാം. നമ്മളെ ഈ തുമ്പോളി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഒരു പള്ളിയുണ്ട്, പഴയ ഒരു പള്ളിയില്ലേ? അതാ നമ്മൾ പറഞ്ഞ ആ പള്ളി കേട്ടോ. ആ ചുമന്ന കുരിശുണ്ടോ? അതാ പള്ളിയുടെ കുരിശാണ്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ അത് കാണുമ്പം തന്നെ അറിയാം കുറച്ച് അതിപുരാതനമായിട്ടുള്ളൊരു പള്ളിയാണ്. ഇത് പുതുക്കി പണിതിട്ടുണ്ടോ? അന്ന് പണിത ഇതുപോലെ അതേപോലെ തന്നെ. അത് കുമ്മായത്തിന്റെ പണിയാണ്. ഈ പള്ളിയുടെ പെരുന്നാൾ, മാതാവിന്റെ പെരുന്നാൾ ഡിസംബർ 8 28-ാം തീയതി കൊടി കയറും. ഡിസംബർ 8 പെരുന്നാൾ. പിന്നെ 8 ദിവസം കൂടി പോകും 8ാം പെരുന്നാൾ. അപ്പോൾ പിന്നെ വരുന്ന സന്ദർശകരുടെ പെരുന്നാളാണ് 8ാം തീയതി. ഈ ഇടവക്കാരുടെ പെരുന്നാളാണ് ഈ 10 ദിവസം കൂടെ. ഗൈസ്, ഇവിടെ ചില ആളുകൾ അക്രമാസക്തരായി നിൽക്കുന്നു. അത് പോരാഞ്ഞിട്ട് പള്ളി അടച്ചിട്ടിരിക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു ദിവസം വരുമ്പം കാണിക്കാവേ. ഇതാണ് തുമ്പോളി പള്ളി. ഇത് വളരെ പ്രസിദ്ധമായ പള്ളിയാണ്. വളരെ വർഷങ്ങൾ പഴക്കമുള്ള. നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഇടാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ. പോവുകയാണ്. നെക്സ്റ്റ് ടൈം നമ്മൾ പകൽ വരുമ്പം നമുക്ക് ഇറങ്ങി കാണാം. ഇതിൻ്റെ ഇങ്ങോട്ട് നമുക്ക് കുർബാനയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ. ആ സമയത്ത് തിരക്കുണ്ടായിരുന്നു പള്ളിക്കകത്ത്. ഈ സൈഡ് വ്യൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. കിട്ടത്തില്ലായിരിക്കും അല്ലേ മൊത്തത്തിൽ? അത് അടച്ചിട്ടിരിക്കുക. ട്രെയിൻ ഇപ്പം വരുമായിരിക്കും. ഇങ്ങനെ ട്രെയിൻ വരുന്നതിന് മുമ്പായിരുന്നു നല്ലത്.
അതേ വരുന്നു. Oh my God. അയ്യോ, ഇതിന് എത്ര നീളം